بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാസം നീണ്ടുനിന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയും നോമ്പിലൂടെയും നാം നേടിയെടുത്ത തഖ്വ പാഥേയമായി ജീവിത വഴിത്താരയിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മളോട് പറയുന്നതും അതാണ്. വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ലോകത്ത് നിന്നും യാത്രയാകുമ്പോൾ യാത്രാവിഭവങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ആയതിനാൽ നിങ്ങൾ ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ യാത്രാവിഭവങ്ങൾ പരമാവധി സംഭരിക്കുക, ശേഖരിക്കുക എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ നിരന്തരം യാത്രയിലാണ്. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്, റൂഹുകളുടെ ലോകത്ത് നിന്ന് തുടങ്ങിയ യാത്ര. മാതാവിൻ്റെ ഗർഭാശയത്തിൽ കുറച്ച് നാൾ ഒരിടത്താവളമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടി. അന്ന് ആ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ലോകം മാതാവിൻ്റെ ഗർഭാശയമായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ ഒരു ഭൂമി ലോകമുണ്ടെന്നും ഇവിടെ ഈ സംവിധാനങ്ങളുണ്ട് എന്നുമൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വാസമുണ്ടാകണമെന്നില്ല. ഏതുപോലെ നമ്മളിൽ പലർക്കും ഈ ഭൂമി ലോകം കഴിഞ്ഞ് പരലോകമുണ്ട്, അവിടെ സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ശിക്ഷകളുണ്ട്, ദുഃഖങ്ങളുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ പലർക്കും വിശ്വാസമില്ലാത്തതുപോലെ. സഹോദരങ്ങളെ, ഗർഭാശയത്തെ ജീവിതം അത് താൽക്കാലികമായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ ദുനിയാവിൻ്റെ ഈ ഭൂമി ലോകത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെയും നമ്മുടെ ജീവിതം താൽക്കാലികം മാത്രമാണ്. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ലോകത്തു നിന്നും വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക്, ബർസഖിയായ ലോകത്തേക്ക് നാം യാത്ര തുടരും. ആ ബർസഖിയായ ലോകം അതും ഒരിടത്താവളം മാത്രമായിരിക്കും, ഒരു ക്യാമ്പ് മാത്രമായിരിക്കും പരലോകത്തേക്ക് എത്തിച്ചേരാനുള്ള. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ, മഹ്ശറയിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ടും യാത്ര അവസാനിക്കുന്നില്ല. അവിടെ വിചാരണയുണ്ട്. അതിനുശേഷം സ്വർഗത്തിൽ എത്തേണ്ടവർ സ്വർഗത്തിൽ എത്തിച്ചേരും, നരകത്തിൽ എത്തേണ്ടവർ നരകത്തിൽ എത്തിച്ചേരും. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ, സ്വർഗത്തിലിടം നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടുകൂടിയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള യാത്രയുടെ ഇന്ധനം ഈ ഭൂമി ലോകത്താണ് നമ്മൾ ശേഖരിക്കേണ്ടത്. മനുഷ്യരാകുന്ന യന്ത്രത്തെ അല്ലെങ്കിൽ വാഹനത്തെ റമദാനാകുന്ന വർക്ക് ഷോപ്പിൽ അള്ളാഹു കയറ്റി അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത്, പ്രിയപ്പെട്ടവരെ, വാഹനത്തിന് അലൈൻമെൻറ്റ് നടത്തുന്നത് പോലെ നമ്മളിൽ അലൈൻമെൻറ്റ് നടത്തി അള്ളാഹു ആത്മീയമായി ശുദ്ധീകരിച്ചത് തുടർന്നുള്ള ജീവിതത്തിൽ ഈ തഖ്വ, ഈ ആത്മവിശുദ്ധി അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഒരാഴ്ച എത്തിയതേ ഉള്ളൂ. അതിനു മുമ്പ് റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മവിശുദ്ധി, തഖ്വ നമ്മളിൽ എത്ര പേർക്കാണ് തുടരെ കൊണ്ടുപോകാൻ കഴിയുന്നത്? ഒരാഴ്ച ലീവ് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ പഴയ ആൾക്കാരിൽ ചിലരെ പോലും കാണാനില്ല. പലരും യാത്രയിലാണ്. ആയിക്കോട്ടെ, പുതുതായിട്ട് വന്ന ധാരാളം സഹോദരന്മാർ റമദാനിലുണ്ടായിരുന്നു. ഓരോ വഖത്തിനും, പ്രത്യേകിച്ച് മഗ്‌രിബിന്, സുബഹിക്ക്, ഇശായ്ക്കൊക്കെ ഈ അകമ്പള്ളി നിറഞ്ഞ് കവിഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ മഗ്‌രിബിന് നോക്കുമ്പോൾ റമദാന് മുമ്പുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥ തന്നെയാണ്. ഇതെന്ത് റമദാനാണ്? ഈ റമദാനിൽ നമ്മൾ എന്താണ് നേടിയത്? ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ റമദാനിൽ വന്ന പ്രത്യേക ആൾക്കാർ ഉണ്ടാവണമെന്നില്ല, കേൾക്കണമെന്നുമില്ല. പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
നമ്മൾ നിരന്തര യാത്രയിലാണ്. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. അതുവരെയുള്ള ഇന്ധനം നമ്മൾ ഈ ഭൂമിയിൽ ശേഖരിച്ചെങ്കിലേ മതിയാകൂ. അത് തഖ്വയാണ്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ നമ്മളോട് പറയുന്നു, ഉപദേശിക്കുന്നു, ഇദാ അന്തലം തർഹൽ ബിസാദിൻ മിനത് തുഖാ വലാ കൈത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദാ നദിന്ദാല അല്ലാ തകൂനാ കമിസ്ലിഹി فإنك لم ترصد كما كان أرصدا إذا أنت لم ترحل بزاد من التقى. തഖ്വയാകുന്ന യാത്രാ വിഭവമായിട്ട് നിനക്ക് ഈ ഭൂമി ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടി വരുമ്പോൾ നിനക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വലാഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദാ, നീ അവിടെ വെച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച, തഖ്വയെ പാഥേയമാക്കി മാറ്റിയ, യാത്രാവിഭവമാക്കി മാറ്റി, അതിനെ ആവശ്യം പോലെ ശേഖരിച്ച മുത്തഖീങ്ങളായ മനുഷ്യരെ കണ്ടെത്തുകയും ചെയ്താൽ അവർക്ക് ആ ബർസഹിയായ ലോകത്ത്, ആ ഖബർ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നീ കാണുകയും ചെയ്യുമ്പോൾ നദിന്ദ, നീ അന്ന് ഖേദിക്കും, അന്ന് നീ ദുഃഖിക്കും, അന്ന് നീ നിന്റെ കൈവിരൽ കടിച്ചു കുടയും. എനിക്ക് ഇദ്ദേഹത്തെ പോലെയാകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് അവരെ പോലെയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സത്യമാണ്. നാളെ വരാനിരിക്കുന്ന ബർസഖിയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തിരുത്താൻ കഴിയില്ലെന്ന് വിചാരിച്ച പലതും ഒരു മാസം നമുക്ക് തിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നാം തന്നെ അതിൻ്റെ തെളിവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരത്തെ ഉറക്കമെഴുന്നേൽക്കാൻ റമദാൻ മാസത്തിൽ കഴിഞ്ഞു. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു, പള്ളിയിൽ വരാൻ കഴിഞ്ഞു. ഹലാലായ ഭക്ഷണങ്ങൾ പരമാവധി ക്രമീകരിക്കാനും അത് ഭക്ഷിക്കാനും നാം ശ്രദ്ധ പുലർത്തി. തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കാൻ, നാവിനെ നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ, അങ്ങനെ പല തെറ്റുകളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് റമദാൻ പ്രേരകമായിരുന്നു, നോമ്പ് പ്രേരകമായിരുന്നു. പക്ഷേ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, നോമ്പ് അങ്ങ് തീർന്നപ്പോൾ, പെരുന്നാളിൻ്റെ ആഘോഷവും ആർഭാടങ്ങളും കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്ത് തഖ്വയാണ് നമ്മൾ നേടിയത് എന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ പടച്ച തമ്പുരാൻ മാറ്റുകയില്ല. സ്വയം മാറ്റത്തിന് തയ്യാറാകാൻ നമുക്ക് കഴിയും എന്ന് തെളിയിച്ചവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായിട്ട് നമ്മൾക്ക് ഉത്ബോധനം നൽകുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത അവരുടെ സ്വന്തം നിലപാട്, ആറ്റിറ്റ്യൂഡ് മാറ്റാത്തിടത്തോളം കാലം റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജനതയെ പരിവർത്തിപ്പിക്കുകയില്ല. അവരുടെ നിലപാടുകൾ അവർ മാറ്റാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു ആ നിലപാടുകൾ മാറ്റുന്നതിന് അനുകൂലമായ ഘടകങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കിത്തരും. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനിൽ കാണാൻ കഴിയുന്നത്. റമദാനിൽ എല്ലാവരും ഒഴുക്കിനൊത്ത് നീന്തുമ്പോൾ കൂടെ നീന്തുന്നതിന് ബുദ്ധിമുട്ടില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം നന്മകളിൽ വ്യാപൃതമായി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അതിനോടൊപ്പം ഒത്തുചേരാൻ കൂടാൻ പ്രയാസമില്ല. പരിശുദ്ധമായ റമദാനിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പരിശുദ്ധമായ റമദാനിൽ ദിക്ർ ചൊല്ലുന്നതിനും ഖുർആൻ പാരായണം ചെയ്യുന്നതിനും നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥന നിരതരാകുന്നതിനും പ്രയാസമില്ല. കാരണം എല്ലാവരും ഒഴുക്കിനൊത്ത് നീന്തുമ്പോൾ നമ്മളും ഒഴുക്കിനൊത്ത് നീന്തുന്നു. പക്ഷേ റമദാൻ അങ്ങ് തീരുമ്പോൾ റമദാനിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയല്ല. പിന്നെ പകൽ നമുക്ക് ആഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം, ഭോഗാസക്തി നമുക്ക് നടത്താം. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പലതും നിയന്ത്രണമുണ്ടായിരുന്നത് ആ നിയന്ത്രണം അങ്ങ് എടുത്തു മാറ്റപ്പെട്ടപ്പോൾ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മാറിപ്പോയി എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൽക്കാലികമായിരുന്നു തഖ്വ,
താൽക്കാലികമായിരുന്നു ഈമാൻ, താൽക്കാലികമായിരുന്നു അമലു സ്വാലിഹാത്ത്. അതുപോലെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഈ നിലപാട് മാറ്റമില്ലാതെ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ എപ്പോഴാണ് ഈ ലോകത്തു നിന്നും വിട പറയേണ്ടി വരുന്നത് എന്ന് പടച്ച തമ്പുരാന് മാത്രം അറിയാവുന്ന കാര്യമാണ്, നമുക്കറിയാൻ കഴിയുകയില്ല. നമ്മുടെ അമലുകളുടെ സ്വീകാര്യത അതിൻ്റെ അവസാനത്തെ രീതി നോക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആയുസ്സിൻ്റെ സ്വീകാര്യത, ആ ആയുസ്സിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ നിലപാട്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപാടുകൾ, ഇത് നോക്കിയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ, റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആരാധനയുടെ ചിട്ടവട്ടങ്ങൾ, അത് പരമാവധി കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാകണം. ഇല്ല എങ്കിൽ എപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരണവാറണ്ടുമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലൂടെ നാം നേടിയെടുത്ത നന്മകൾ അത് തുടർന്നും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റ് അത്യാവശ്യമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മുടെ മദ്രസാ സ്ഥാപനങ്ങളൊക്കെ വെക്കേഷനായിരുന്നു, അടച്ചുപൂട്ടി ഇടപെട്ടിരുന്നു. ഇനി തുറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ സജീവതയ്ക്ക് മദ്രസ കലാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് മാനേജ്മെൻറ്റും ഉസ്താദുമാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡുമൊക്കെ. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരമാവധി മതവിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും അനിവാര്യതയും നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, പിന്നെ പ്രായക്കാരായി മാറുന്ന അവർക്ക് വേണ്ടുന്ന മതവിദ്യാഭ്യാസം നമ്മൾ നൽകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ പ്രചോദനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൻ്റെ ചുറ്റുപാട് നമുക്കറിയാം എത്രത്തോളം മലീമസമാണ് എന്ന്. നമ്മുടെ മക്കൾ സ്കൂളുകളിൽ പോയാൽ നമുക്ക് ആദിയാണ് തിരിച്ചു വരുന്നത് പോലെ, ഇനി തിരിച്ചു വന്നാലും നമുക്ക് വേവലാതിയാണ്. കുട്ടികളുടെ സ്വഭാവം അടിക്കടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാട് അവരെ വല്ലാതെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ സ്കൂളുകളിൽ പോകുമ്പോൾ നമുക്ക് ഭയമില്ലായിരുന്നു, ആശങ്കയില്ലായിരുന്നു. ഇന്ന് സ്കൂളുകളിൽ പോകുമ്പോൾ നമുക്ക് ആശങ്കയാണ്, നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുമോ? പലവിധമായ ലഹരികൾക്കും അടിമയായി കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. പ്രിയപ്പെട്ട മക്കളെ, പുറത്തിരിക്കുന്ന മക്കള് കേൾക്കുന്നുണ്ടോടെ? പുറത്തിരിക്കുന്ന മക്കൾ കേൾക്കുന്നുണ്ടോ? അതിന് പള്ളിക്കകത്തോട്ട് കയറിയിരിക്കും. പുറത്തിനേക്കാളും നല്ല തണുപ്പും കൂളിങ്ങൊക്കെ ഇവിടെ ഉണ്ട്. അകത്തോട്ടൊന്ന് കയറിയിരുന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും 10 മിനിറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറ എപ്പോഴും ലഹരിക്കടിമപ്പെട്ടു പോകാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ ചുറ്റുവട്ടത്തും വിവിധ രീതിയിലുള്ള ലഹരി വിപണനങ്ങൾ, വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും ഈ സമുദായത്തിലെ കുട്ടികൾ അതിൽ വീണുപോകുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്നും 2 പേര് ഏറ്റവും മുന്തിയ ഇനം ലഹരി മരുന്ന് MDMA കൈവശം വെച്ച് വിപണനം നടത്തിയതിന് അതിന് കാര്യർമാരായി പിടിക്കപ്പെട്ടപ്പോൾ അതിലുണ്ടായത് 23 വയസ്സുകാരനായ അന്യമതസ്ഥനും 19 വയസ്സുകാരിയായ മുസ്ലിമത്തായ പെൺകുട്ടിയുമാണ്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കിയ, ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു എന്ന്. 18ഉം 19ഉം വയസ്സ്, 17ഉം 16ഉം വയസ്സുമുള്ള ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ അടക്കം ഇന്ന് ലഹരി മാഫിയയുടെ കെണിവലകളിൽ വീണുപോയി ലഹരി കാരിയർമാരായിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കൽ മാത്രമല്ല,
ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ വളർന്നു വരുന്ന തലമുറ തയ്യാറായി മാറുകയാണ്. കാരണം ചുറ്റുപാട് അവരെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഒരു ഭാഗത്ത് ലഹരിയുടെ വിപണനവും അതിൻ്റെ ഉപയോഗവും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്താണെങ്കിലോ ആദർശത്തിൽ നിന്നും കുട്ടികളെ അടർത്തി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാം ഓരോരുത്തരും ടെക്നോളജി പരമായിട്ട് വിവരസാങ്കേതിക വിദ്യയിലൂടെ വളരെ ഉയരുന്നു, ശാസ്ത്രീയമായിട്ട് വളരെ പുരോഗതി പ്രാപിക്കുന്നു. ആ സന്ദർഭങ്ങളിലും അന്ധവിശ്വാസങ്ങൾക്ക് കുറവില്ല, അനാചാരങ്ങൾക്ക് കുറവില്ല. അന്ധവിശ്വാസവും അനാചാരവും പേര് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരാണ് പലപ്പോഴും മാൾദൈവങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത്, വ്യാജസിദ്ധന്മാരുടെ അടുക്കലേക്ക് പോകുന്നത്, പെൺകുട്ടികളെപ്പോലും കൊണ്ട് കാഴ്ചവെക്കുന്നതിന് വേണ്ടി ചികിത്സാർത്ഥം കൊണ്ട് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൊല്ലത്ത് നിന്നൊക്കെ എത്ര ഞെട്ടിക്കുന്ന വാർത്തയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന, എപ്പോഴും പാട്ടും പാടി സമുദായത്തെ ആകർഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യാജസ്വാമി, ആ വ്യാജസ്വാമിയെ പിടിക്കപ്പെടാനുള്ള കേസ് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഈ സമുദായത്തിലെ ഒരു മാതാവും ആ മാതാവിൻ്റെ പ്രായപൂർത്തിയായ മകളും അവിടെ നിരന്തര സന്ദർശനമായിരുന്നു. എന്തിൻ്റെ പേരിൽ? ആഭിചാരക്രിയയുടെ പേരിൽ. അവസാനം ആ വ്യാജസിദ്ധൻ പരമാവധി ആ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് പിന്നെ കേസ് പുറത്തായത്. പറഞ്ഞു വരുന്നത് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസം അതുപോലെ തന്നെ അനാചാരങ്ങൾ ഈ സമുദായത്തിൽ കൂടുതൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന തലമുറയും അതിൽ വീണു പോകുന്നു. പലപ്പോഴും മാതാക്കൾ അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ അതിന് കാരണമായി തീരുന്നു. മറ്റൊന്നാണെങ്കിലോ യുക്തിവാദവും നിരീശ്വരവാദവും പൂർവാധികം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെയൊക്കെ കോളേജ് ക്യാമ്പസുകളിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നടന്നുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് അത് മാറി സ്കൂൾ തലങ്ങളിലേക്കായിരിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ പോലും നിരീശ്വരവാദം അതുപോലെ തന്നെ യുക്തിവാദം ഇത് കുത്തിവെക്കുന്നതിന് വേണ്ടി ധാരാളം പേര് പണിയെടുക്കുന്നു. അധികവും ഈ സമുദായത്തിൽ നിന്നും മുർത്തദ്ദായ എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഇന്നതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ധാരാളം ഫണ്ടുകൾ വരുന്നു, ധാരാളം സംഘടനകളുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്. തബ്ലീഗ് ജമാഅത്തിനൊക്കെ ഉള്ളതിൻ്റെ 10 മടങ്ങ് തഷ്കീലാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ ചുറ്റുഭാഗങ്ങൾ മുഴുവനും മലീമസമായി കൊണ്ടിരിക്കുമ്പോൾ അതിലുപരി വീട്ടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ നാം അറിയാതെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള മൊബൈൽ ലഹരി ഇന്ന് കുട്ടികളെ വല്ലാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ കൂടി കുട്ടികൾ ഏതെല്ലാം രീതിയിൽ വഴിതെറ്റി പോകുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വസ്തുതയാണ്. ഇന്ന് കൗൺസിലർമാരുടെ അടുക്കൽ ചെല്ലുന്ന ഏറ്റവും കൂടുതൽ കേസ് മൊബൈലിന് അഡിക്റ്റായി വല്ലാത്തൊരു ലോകത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന 13, 14, 15 വയസ്സുകാർ മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നും അവരെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കൗൺസിലിങ്ങിന് പോകുന്നത്. ഇങ്ങനെ ആകെ മൊത്തത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും തിന്മകളുടെ ആൾക്കാർ പണം വിടർത്തി തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കുഞ്ഞുമക്കൾ, വളർന്നു വരുന്ന മക്കൾ, തലമുറ എപ്പോഴും വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അവർക്കെന്തെങ്കിലും ആത്മീയമായ ഒരു നന്മ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആത്മീയമായ ഒരു ഉപദേശം അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ധാർമ്മികമായ സദാചാര മൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അത്യാവശ്യമാണ്, പഠിക്കേണ്ടതുമാണ്, എല്ലാമാണ്, വളരെ പ്രോത്സാഹനം നൽകണം. പക്ഷേ എത്രത്തോളം ധാർമ്മികമായ മൂല്യങ്ങൾ നമുക്കവിടെ നിന്ന് കിട്ടുന്നുണ്ട്? സാംസ്കാരികമായ സ്വഭാവ സംസ്കരണം എത്രത്തോളം കിട്ടുന്നുണ്ട്? വിശ്വാസപരമായ ദാർഢ്യത ഉണ്ടാകുന്നതിന് എന്ത് സഹായകമാണ് ആ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നത്?
ആകെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലയളവിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് മദ്രസയിൽ നിന്നാണ് എന്തെങ്കിലും നന്മകൾ, എന്തെങ്കിലും ധാർമ്മിക ഉപദേശങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടുന്ന ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട, സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട, വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നന്മകളൊക്കെയും ലഭിക്കുന്നത് മദ്രസ കലാലയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആദ്യമേ ഒരു നിയത്ത് നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾ 10ാം ക്ലാസ് വരെയെങ്കിലും മദ്രസയിൽ പഠിക്കണം. നമ്മുടെ മക്കൾ സ്കൂളുകളിൽ 10ാം ക്ലാസ്സും കഴിഞ്ഞ് പ്ലസ് ടുവും കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ ബിരുദാനന്ദ ബിരുദത്തിനും പിന്നെ മറ്റെന്തെല്ലാം കോഴ്സുകളുണ്ടോ അതിനെല്ലാം പോകാൻ തയ്യാറാണല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എങ്കിലും നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ഒരു തീരുമാനമെടുത്തൊരു മഹല്ലത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അതങ്ങ് നടന്നോളും. റമദാൻ ആകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ധാരാളം വരുന്നില്ലേ പള്ളികളിൽ. നമ്മളെങ്ങനെയാണോ മാറുന്നത്, നമ്മുടെ നിലപാടുകൾ എങ്ങനെയാണോ മാറ്റുന്നത്, അതനുസരിച്ച് കുട്ടികളും കൂടുതലായിട്ട് നമ്മളോട് ചേരുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മക്കൾ നന്നാകണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളും കൂടി നന്നാവാൻ ശ്രമിക്കണം. അതാണ് അത്യാവശ്യം. നമ്മൾ നന്നാവൂല, നമ്മുടെ മക്കൾ നന്നാവണം. ഈ ഒരു നിലപാടാണ് എങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകത്തേ ഉള്ളൂ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്ക് ഒരു പിതാവ് തൻ്റെ കൗമാരക്കാരനായ പുത്രനെയും പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ വല്ലാതെ മോശമായി കൊണ്ടിരിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. അങ്ങനെയുള്ള എൻ്റെ മകന് വേണ്ടുന്നൊരു ഉപദേശം നൽകണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സവിധത്തിലേക്ക് ഈ പിതാവ് ചെല്ലുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ പരാതിയും ആവലാതിയും എല്ലാം കേട്ടു. എന്നിട്ട് ഫാഹ്ലറ ഇബ്നഹു, മകനെ തൻ്റെ അടുക്കിലേക്ക് സ്വകാര്യമായിട്ട് വിളിച്ചു. അങ്ങനെയാണല്ലോ കൗൺസിലിംഗ് പണ്ടേ ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ കൗൺസിലർ. സഹാബാക്കളെല്ലാവരും കൗൺസിലിംഗ് നടത്തിയിരുന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫാഹ്ലറ ഇബ്നഹു, അദ്ദേഹത്തിൻ്റെ മകനെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. വഅന്നബഹു അലൽ ഉഖൂഖി, കുട്ടിയെ ഉപദേശിക്കുകയാണ്. അമാ തഖാഫു, നീ ഭയക്കുന്നില്ല മോനെ, അല്ലാഹ് പടച്ച തമ്പുരാനെ നീ ഭയക്കുന്നില്ലേ? ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ഫീ ഉഖൂഖി വാലിദിക, നിന്റെ മാതാപിതാക്കളെ നീ ദ്രോഹിക്കുന്നതിൽ പടച്ച തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ എത്രമാത്രം ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, പ്രത്യേകിച്ച് അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഏത് നിലപാടാണ് അവരോട് സ്വീകരിക്കേണ്ടത്. ഈ രീതിയിൽ ആ കുഞ്ഞിനെ നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് ആ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ കുട്ടികളെക്കാട്ടിലും ബുദ്ധിയുള്ള കുട്ടികളാണ് അന്നത്തെ കുട്ടികൾ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇന്നത്തെ കുട്ടികളാണ് ഭയങ്കര ബുദ്ധിമാന്മാരെന്നാണ്. വക്രബുദ്ധിയിൽ ഇന്നത്തെ കുട്ടികളും അന്നത്തെ കുട്ടികളും ഒക്കെ മുൻപന്തിയിലാണ്. ആ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നോട് പറഞ്ഞ ഉപദേശങ്ങളെല്ലാം ഞാൻ കേട്ടു, ഞാൻ അത് ഉൾക്കൊള്ളാം. പക്ഷേ എനിക്ക് ചില സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അലൈസലിൽ വലദി ഹഖുൻ അലാ അബീഹി, എന്നെക്കുറിച്ച് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ, ആപലാതി പറഞ്ഞ എൻ്റെ പിതാവിന് പുത്രനാകുന്ന എന്നോട് ബാധ്യതകളും കടപ്പാടുകളും കടമകളും ഒന്നുമില്ലേ അമീറുൽ മുഅ്മിനീൻ? കുട്ടി ചോദിക്കുക. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്. നമ്മളെ കുട്ടികളെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ തിരിച്ച് നമ്മൾ ഉപദേശിക്കാൻ പക്വമതികളാണെന്ന്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, മാതാപിതാക്കളോട് മക്കൾക്ക് ധാരാളം കടമകളുണ്ട്. പിതാവാകുന്ന എന്നോടൊപ്പം എൻ്റെ കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ പിതാവിന് എന്നോട് ബാധ്യതകളൊന്നുമില്ലേ? കാല, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ ആ കുട്ടിയെ നോക്കി. ആ കുട്ടി ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ച് വിറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്.
പക്ഷേ ആ കുട്ടിയുടെ ധീരതയും ആ കുട്ടിയുടെ പ്രതികരണവും മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സന്തോഷിപ്പിച്ചു എന്നാണ്. കുട്ടികൾ അങ്ങനെ തന്നെ ആവണം. ആ കുട്ടി ചോദിച്ചു. ആ ചോദ്യത്തിന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ബലാ. അപ്പോൾ കുട്ടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫമാ ഹുവ, അതെന്തൊക്കെയാണ്? കുട്ടിയെടുത്ത് എല്ലാം കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു. കാല അയ്യന്തക്കിയ ഉമ്മ, മോനെ, നിൻ്റെ വാപ്പായുടെ ഒന്നാമത്തെ നിന്നോടുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉമ്മയെ ഒരു സ്വാലിഹത്തായ സ്ത്രീയാക്കി മാറ്റുക എന്നുള്ളത്. ഒന്നാമത്തെ നിന്നോടുള്ള നിൻ്റെ വാപ്പയുടെ കടമ അയ്യന്തക്കിയ ഉമ്മഹു, ഉമ്മയെ തഖ്വയുള്ള സ്വാലിഹത്തായ ഒരു മാതാവാക്കി മാറ്റുകയാണ്. കാരണം കുട്ടികൾ എപ്പോഴും മാതാവിൽ നിന്നാണ് സംസ്കാരം പഠിക്കുന്നത്, അദബ് പഠിക്കുന്നത്, മര്യാദ പഠിക്കുന്നത്, ഇബാദത്ത് പഠിക്കുന്നത്, സത്യസന്ധത പഠിക്കുന്നത്. ഇനി കള്ളമാണെങ്കിൽ കള്ളം പഠിക്കുന്നത്, കവർച്ചയാണെങ്കിൽ കവർച്ച പഠിക്കുന്നത്, മോഷണമാണെങ്കിൽ മോഷണം പഠിക്കുന്നത്. ഇതെല്ലാം ആരിൽ നിന്നായിരിക്കും? ഉമ്മയിൽ നിന്നായിരിക്കും, മാതാവിൽ നിന്നായിരിക്കും. അതിന് യാതൊരു സംശയം വേണ്ട. അല്ലുമ്മു മദ്റസത്തുൻ നീദാ അഅത്തഹാ അഅത്ത ഖൗമൻ ത്വയ്യിബൽ ഇറാഖി. യഥാർത്ഥത്തിൽ മാതാവ് മതപാഠശാലയാണ്. ആ മതപാഠശാലയാകുന്ന മാതാവിനെ വേണ്ടുന്ന രീതിയിൽ സുസജ്ജമാക്കിയാൽ നല്ല തായ്വേരുകളുള്ള ഒരു സമൂഹം ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ തന്നെയാണ് പറയുന്നത്. വൽ വലദു തയ്യിബ്. വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ കുട്ടി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാതാവിനെ നന്നാക്കുക, നല്ലൊരു ഉമ്മ ഉണ്ടാകുക എന്നുള്ളതാണ് മോനെ പിതാവിൻ്റെ ഒന്നാമത്തെ കടമ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഉമ്മമാർ അവർ പരമാവധി സ്വാലിഹത്തായിട്ട്, തഖ്വയുള്ളവരായിട്ട്, സൂക്ഷ്മതയുള്ളവരായിട്ട്, സംസ്കാരമുള്ളവരായിട്ട് മാറാൻ തയ്യാറാവണം. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ കുട്ടികൾ നന്നാകുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പായി രണ്ടാമതായിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വയുഹസ്സിന ഇസ്മഹു. കുട്ടികൾക്ക് പേര് വയ്ക്കുമ്പോൾ നല്ല പേര്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള നല്ല പേരുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള നബിമാരുടെ പേര്, നല്ല പേര് കുട്ടിക്ക്. പേര് വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് കുട്ടികളെ. ഇന്ന് നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും 2 അക്ഷരം വെറൈറ്റി പേരായിരിക്കണം, വേറെ ആർക്കും ഇല്ലാത്ത പേരായിരിക്കണം. നമ്മൾ കൊടുക്കുന്നത് ജാനി എന്നായിരിക്കും. കൊള്ളാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അർത്ഥവും ചിന്തിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് 2 പേരിടും. പിന്നെ അവസാനം അർത്ഥമൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ പേരിൻ്റെ അർത്ഥം വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പിതാവിൻ്റെ കുട്ടിയോടുള്ള ഒട്ടേറെ കടപ്പാടുകളിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 രണ്ടാമത്തത് പേര് നന്നാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറഞ്ഞു വയുഅല്ലിമഹുൽ ഖുർആൻ. ആ കുട്ടിക്ക് വകതിരുവെത്തുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനുള്ള അറിവ് ആ കുട്ടിക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയുടെ ഇളം മനസ്സിലേക്ക് പരിശുദ്ധമായ ഖുർആനിൻ്റെ മൊഴിമുത്തുകൾ ആ ഹൃദയത്തിൽ പതിച്ചാൽ, അത് കാതുകൊണ്ട് കേട്ടാൽ, അത് ചുണ്ടിലൂടെ പുറത്തു വന്നാൽ, അത് ഹൃദയത്തിൽ ഉണ്ടായിരുന്നാൽ, മസ്തിഷ്കത്തിൽ ഉണ്ടായിരുന്നാൽ, ആ കുട്ടി വഴിതെറ്റിപ്പോകാതിരിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായിത്തീരുകയാണ്. അതുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ഖുർആനാണ് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പിതാവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ കുട്ടിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കുട്ടിയോടുള്ള കടമയായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി പ്രതികരിക്കുകയാണ്, പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ഈ 3 കാര്യങ്ങളിൽ ഒന്നുപോലും എൻ്റെ പിതാവ് നിറവേറ്റിയിട്ടില്ല. എന്നിട്ടാണ് എന്നെയും കൈ പിടിച്ചുകൊണ്ട് വന്ന് എന്നെ ഇപ്പം നന്നാക്കാൻ ശ്രമിക്കുന്നത്. കുട്ടിയുടെ പറഞ്ഞില്ല. അപ്പോൾ എന്നെ അങ്ങ് നന്നാക്കിക്കോളാൻ എൻ്റെ വാപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ ഉപ്പാക്ക്. എൻ്റെ വാപ്പാക്കാണെങ്കിലോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലുമില്ല. കാരണം എന്തെന്നറിയുമോ? ഫഇന്ന ഉമ്മി സഞ്ചിയത്തും കാനത്തിൽ മജൂസ്. എൻ്റെ ഉമ്മ ആദ്യ കാലഘട്ടത്തിൽ ഒരു നീഗ്രോ ആയ സ്ത്രീ ആയിരുന്നു. മജൂസിയായ ഒരു മനുഷ്യൻ്റെ അടിമത്വം പേര് കഴിഞ്ഞവരായിരുന്നു.
അവരെയാണ് മോചിപ്പിച്ച് എൻ്റെ വാപ്പ വിവാഹം കഴിച്ചത്. അപ്പോൾ എത്രത്തോളം സ്വഭാവ സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവരും ഈ ഗണത്തിൽപ്പെട്ടതല്ല, അധികവും അങ്ങനെയായി. അപ്പോൾ ഉണ്ടാവുമെന്നുള്ളത് വിലയിരുത്താമല്ലോ. കുട്ടി ഒന്നാമതായിട്ട് പറയുകയാണ്. രണ്ടാമത് വഖദ് സമ്മാനി ജുഅൽ, എൻ്റെ പേര് അമീറുൽ മുഅ്മിനീൻ, സെറ്റപ്പ് പേരാ. എൻ്റെ പേര് ജുഅലി എന്നാണ്. ജുഅലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ കരിവണ്ടെന്നാണ്. പേര് വയ്ക്കുമ്പോൾ പേരിൻ്റെ അർത്ഥവും മറ്റൊന്നും ഒരു ചിന്തയും ബോധവും ഇല്ലാത്ത രീതിയിൽ പിന്നെ കരിവണ്ടിൻ്റെ സ്വഭാവമായിരിക്കും ആ കുട്ടിക്കുണ്ടാവുന്നത്. കരിഞ്ചെള്ള്, കരിവണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പേര് ജുഅലി എന്നാണ് വെച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് ആ കുട്ടി പറയുകയാണ് ഫലം യുഅല്ലിംനി മിനൽ ഖുർആനി ഹർഫൻ വാഹിദ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഇതുവരെയും എൻ്റെ ഉപ്പ എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല. കുട്ടിയുടെ കൗൺസിലിങ്ങും കഴിഞ്ഞ് കുട്ടിയുടെ അഭിപ്രായവും കേട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന വാപ്പായെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അജിഇതയിലെ തഷ്കൂക ഇബ്നിക വഖദ് അഖഖതഹു, ഏറ്റവും കൂടുതൽ നിൻ്റെ കുട്ടിയോട് നീ ദ്രോഹം ചെയ്തിട്ട് നിൻ്റെ കുട്ടി നിന്നോട് ദ്രോഹം ചെയ്തു എന്നുള്ള പരാതിയുമായിട്ടാണ് നീ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, അറസ്റ്റ് ചെയ്ത് ജയിലിലായി കളയും. അപ്പോൾ ഈ കുട്ടിയോട് കാണിക്കേണ്ടുന്ന ബാധ്യതകൾ, ആത്മീയ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സംസ്കരണത്തിൻ്റെ ഭാഗങ്ങൾ, ആത്മസംസ്കരണത്തിൻ്റെ ഭാഗം, ഇതൊന്നും നിറവേറ്റാതെ ഒരു പിതാവ് പരാതിയുമായിട്ട് കുട്ടി ഇപ്പോൾ ആകെ കുഴപ്പമോ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ശകാര രൂപത്തിൽ പറയുകയാണ്, ആദ്യമേ മാതാപിതാക്കൾ നന്നാകുക, പിന്നെ കുട്ടികളെ നന്നാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം ആ കുട്ടികൾ മദ്രസയിൽ വരുന്നതിന് നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരായത്തെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഓതുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത്, അത് ചെയ്യിപ്പിക്കേണ്ടത് നമ്മളാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നറിയുമോ? മദ്രസയിൽ നമ്മളെല്ലാം പഠിപ്പിച്ചു വിടും. വീട്ടിൽ പോയാൽ കുട്ടികൾ പാഠപുസ്തകം തുറന്നു നോക്കില്ല. കാരണം കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, സ്കൂളിൽ പഠിക്കാൻ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ ഉള്ളതൊക്കെ ശരി തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10, 15, 20 മിനിറ്റ് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, അഖ്ലാഖ് സ്വഭാവ സംസ്കരണം ഉണ്ടാകുന്നതിനുള്ള എല്ലാ പാഠ്യവിഷയങ്ങളും പ്രത്യേകമുണ്ട്, എല്ലാം പഠിപ്പിച്ചു വിടും. പക്ഷേ കുട്ടികൾ പഠിക്കില്ല. പിറ്റേന്ന് നമ്മൾ മദ്രസ ഇരുത്തി പഠിപ്പിക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ വീടുകളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടാകുന്ന രീതിയിലൊന്ന് വായിക്കാനും പഠിപ്പിക്കാനും അതൊന്ന് കേൾക്കാനും, കുട്ടിയോടത്ത് അടുത്തിരിക്കുക എന്താണ് മോളെ എന്ന് പഠിപ്പിച്ചത്, അല്ലെ മോനെ പഠിപ്പിച്ചത്, ഇന്ന് വായരുത്, നീ ഒന്ന് പറ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് ആ കുട്ടിയോടുകൂടി ഒന്ന് ഇടപെടുകാനും അത് കേൾക്കാനും. എൻ്റെ ഉമ്മാക്ക് കേൾക്കണമെന്നുണ്ടല്ലോ, അപ്പം കുട്ടി എന്ത് ചെയ്യും? വലിയ താല്പര്യത്തോടു കൂടി എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് കേൾപ്പിക്കും. എൻ്റെ വാപ്പാക്ക് കേൾക്കണമെന്നുണ്ടല്ലോ, താല്പര്യത്തോട്. വളരെ എൻ്റെ ഉപ്പാപ്പാക്ക്, എൻ്റെ ഉമ്മുമ്മാക്ക്, പ്രായമുള്ളവർ ആരുമാവാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുട്ടികളിൽ നാം പരമാവധി നന്മകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ കുട്ടികളെ പ്രചോദിപ്പിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടത്തിൽ കുട്ടികൾ ദുഷിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ അതിഗൗരവമായിട്ട് പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏത്തി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു, ലാ യുറബ്ബിയ ഫീഹി അഹദുക്കും ജർവ കൽബിൻ ഖൈറുൽ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ മിൻ സുൽബിഹി. അന്ന് ചില പിതാക്കന്മാർ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. അന്ന് ചില മാതാക്കന്മാർ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. എന്താ ചിന്തിച്ചു പോകുന്നത്? ലഅൻ യുറബ്ബിയ അഹദുക്കും ജർവ കൽബിൻ ഖൈറുൽ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ മിൻ സുൽബിഹി. തൻ്റെ രക്തത്തിൽ, സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്ന എൻ്റെ മക്കളെ ഞാൻ പരിപാലിച്ച് തർബിയത്ത് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ ശിക്ഷണങ്ങളും കൊടുത്ത് പരിപാലിച്ച് വളർത്തിയതിനേക്കാൾ ഞാനൊരു നായക്കുഞ്ഞിനെ പരിപാലിച്ച് വളർത്തിയിരുന്നത് എങ്കിൽ അതായിരുന്നേനെ എനിക്ക് ഗുണകരമെന്ന് ചിന്തിച്ചു പോകുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര മാതാപിതാക്കളാണ് ഈ ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നത്? പലരും വെളിപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ.
പലരും വെളിപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. ആ സാഹചര്യത്തിലേക്ക് കുട്ടികൾ വഴിതെറ്റിപ്പോകാനും ഈ മാതാപിതാക്കളുടെ പല സന്ദർഭങ്ങളിലുമുള്ള വേണ്ടുന്ന രീതിയിലുള്ള ശ്രദ്ധയില്ലായ്മയും മറ്റുമൊക്കെ സാഹചര്യവുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം. മൊത്തത്തിൽ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ജമാഅത്തിൻ്റെ പരിപാലന സമിതിയും ഉസ്താദന്മാരും നാട്ടുകാരും രക്ഷകർത്താക്കളും കുട്ടികളും നമ്മൾ മുതിർന്ന ആൾക്കാരുമൊക്കെ നമ്മുടെ കുട്ടികൾ നന്നാകണം. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ മഹല്ലത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ്. ടീനേജ് പരുവത്തിലുള്ള കുട്ടികൾ, 13 വയസ്സ് മുതൽ തുടങ്ങി ഒരു 19 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുമൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം, പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നതിനുള്ള പ്രചോദിതമാകുന്ന ഹോർമോണുകൾ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടും. ഒരു 23 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ ഇടയിൽ നമ്മൾ ഈ കുട്ടികളെ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിച്ച് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം ഇടപഴകി അവരുടെ സ്നേഹം നമ്മൾ അങ്ങോട്ടും കൊടുത്ത് അവരുടെ സ്നേഹം ഇങ്ങോട്ടും വാങ്ങിയൊക്കെ ജീവിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നന്നാകുകയുള്ളൂ എന്നുള്ള കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേവലം മദ്രസ വിദ്യാഭ്യാസത്തിൽ ഒരു 10-12 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ ഒതുക്കാതെ അതിന് ശേഷമുള്ള കുട്ടികൾ നമ്മുടെ മഹല്ലത്തിൽ ആവശ്യം പോലെ ഉണ്ട്. ഇവിടെ ആവശ്യം പോലെ ഉസ്താദന്മാരുമുണ്ട്. അവരെ കണ്ടെത്തിക്കൊണ്ട് എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ആ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് നമ്മളൊന്ന് ഇടപെടുന്ന രീതിയിൽ, ഉസ്താദുമാരുമായിട്ടൊന്ന് സഹകരിക്കുന്ന രീതിയിൽ, അവരുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തി നിൽക്കുന്ന, പള്ളിയുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തി നിൽക്കുന്ന, മുതിർന്ന ആൾക്കാരുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾ പള്ളിയിൽ വന്ന് ഇത്തിരി ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്യും, അവരെല്ലാം കൂടെ വരട്ടി പിന്നെ പള്ളിയിൽ വരാത്ത രീതിയിലാക്കും. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട്, കുട്ടികളാകുമ്പോൾ അവരുടേതായ ചപലതകളൊക്കെ ഉണ്ടാകും, അതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മളൊന്ന് നന്നാക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യം അല്ലാഹു സാലിഹായ അമൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.